നിയമസഭാ തെരഞ്ഞെടുപ്പിന് 40 സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി. ആദ്യഘട്ടത്തിൽ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം. കെപിസിസി അധ്യക്ഷനായ സണ്ണി ജോസഫ് തുടരും. അതിനിടെ പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണ്ട എന്ന് പത്തനംതിട്ട ഡിസിസി എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. 40 സ്ഥാനാർത്ഥികളുടെ പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കി. ആദ്യഘട്ടത്തിൽ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചന. സിറ്റിംഗ് സംവരണ മണ്ഡലങ്ങൾ, ഒറ്റപ്പേരിലേക്ക് എത്തിയ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആദ്യ പട്ടികയിലുണ്ടാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വി.ഡി. സതീശന്റെ യാത്രയ്ക്ക് ശേഷം മതിയെന്നൊരു വിഭാഗം നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. എംപിമാർ മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി. PCC has to send us the list and then we will call the CEC. Not screening committee. Yeah. We will try to finish the work as early as possible. വ്യക്തിപരമായി തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ കെപിസിസി അധ്യക്ഷനെ മാറ്റേണ്ടെന്നാണ് ധാരണ. മത്സരിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനും ബുദ്ധിമുട്ടില്ലെന്ന് ഡൽഹിയിലെ കൂടിക്കാഴ്ചയിൽ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് നേതാക്കളെ അറിയിച്ചു. ഒരു കെപിസിസി പ്രസിഡന്റ് ഉണ്ട്, അയാൾ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്തു പോകുന്നുണ്ട്, അതങ്ങനെ പോകും. ഇതിനിടെ 5 സീറ്റിലും ജില്ലയിൽ നിന്നുള്ള ആളുകൾ മത്സരിച്ചാൽ മതിയെന്ന് പത്തനംതിട്ട ഡിസിസി എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആവശ്യമുയർന്നു. തിരുവല്ല കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് ഏറ്റെടുക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.